ഇനി T20 ലോകകപ്പിന്റെ കാലമാണ്. T20 ലോകകപ്പിന്റെ ദിനങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ക്രിക്കറ്റ് ലോകം. ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മയുടെ നായകനായുള്ള അവസാന ലോകകപ്പായിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കപ്പിലേക്ക് എത്താൻ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഹിറ്റ്മാൻ പുറത്തെടുത്തേക്കും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിലെ പരാജയം, അതുപോലെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ പരാജയവും, ഏകദിന ലോകകപ്പിലെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കുള്ള ഫൈനൽ പരാജയം, അതൊക്കെ കഴിഞ്ഞ് ഒരു ICC ട്രോഫി ക്യാപ്റ്റനായി നേടാനുള്ള രോഹിത്തിൻ്റെ ഒരുപക്ഷെ അവസാനത്തെ അവസരമായിരിക്കും ഇത്. ഈ T20 ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ഉൾപ്പെടെയുള്ള സീനിയേഴ്സിന് വിശ്രമം അനുവദിച്ച് ഹാർദിക് പാണ്ഡ്യ നയിക്കുമെന്നായിരുന്നു ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് വരെ കരുതപ്പെട്ടിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി അതിനു മുമ്പ് ഒരു വർഷത്തോളം T20 കളിക്കാതിരുന്ന രോഹിത്തിനെയും കോഹ്ലിയെയും അഫ്ഗാനെതിരെയുള്ള T20 പരമ്പരയിലേക്ക് ഉൾപ്പെടുത്തി അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ടർമാർ ഇത്തവണ കൂടി അവർക്കൊരു ഫൈനൽ അവസരം നൽകാം എന്ന് കരുതുകയായിരുന്നു. അങ്ങനെയാണ് അവർ ടീമിലെത്തിയതും രോഹിത് ക്യാപ്റ്റനായി ഇപ്പോൾ ടീമിനെ നയിക്കുന്നതും. രോഹിത്തിനെ സംബന്ധിച്ച് 5 IPL കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനപ്പുറം ഒരു ICC കിരീടം കൂടി നേടാനായാൽ അതിനും വലിയൊരു കരിയർ വിരാമം അറ്റ്ലീസ്റ്റ് T20യിലെങ്കിലും വേറെ ഉണ്ടാവില്ല. നമുക്കറിയാം ICC ട്രോഫികളിൽ ഗംഭീര റെക്കോർഡുള്ള ബാറ്റ്സ്മാനാണ് രോഹിത് ശർമ്മ. ഇത്തവണത്തെ T20 ലോകകപ്പിലും രോഹിത് മികവ് ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതിനൊപ്പം ചില വമ്പൻ റെക്കോർഡുകൾ തകർക്കാനുള്ള അവസരം കൂടി ഈ T20 ലോകകപ്പിലൂടെ രോഹിത്തിന് ലഭിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. 20 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി പങ്കെടുക്കുന്ന T20 ലോകകപ്പിന് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് വേദിയാവുന്നത്. ഇന്ത്യ ഇത്തവണ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ T20 ലോകകപ്പിന് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയും അതുപോലെ ബോളിംഗ് നിരയും ഒക്കെ ശക്തമാണ്. കപ്പിലേക്ക് എത്താനുള്ള ടീം കരുത്ത് ഇന്ത്യക്കുണ്ടെങ്കിലും ഭാഗ്യം അവരെ തുണക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അപ്പോൾ ക്യാപ്റ്റൻ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കാനായാൽ 2 T20 ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനെന്ന റെക്കോർഡിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കും. നമുക്കറിയാം 2007 MS ധോണിക്ക് കീഴിൽ ഇന്ത്യ T20 ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ രോഹിത് ശർമ്മയും അന്ന് ടീമിന്റെ ഭാഗമായിരുന്നു. 2007 T20 ലോകകപ്പിൽ ടീമിന്റെ ഭാഗമായവരിൽ രോഹിത് ശർമ്മ മാത്രമാണ് ഈ 2024 T20 ലോകകപ്പ് കളിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ മറ്റൊരു താരത്തിനും ഇല്ലാത്ത ഈ ഒരു നേട്ടം സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് രോഹിത്തിനെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. 17 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് വീണ്ടും ഒരു T20 ലോകകപ്പ് കിരീടത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് ആവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതുപോലെ സിക്സറുകളുടെ കാര്യം. രോഹിത് ശർമ്മ നമുക്കറിയാം ഹിറ്റ്മാൻ എന്ന ആരാധകർ അദ്ദേഹത്തെ വിളിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അനായാസം സിക്സർ പറത്താനുള്ള അദ്ദേഹത്തിന്റെ അസാധ്യമായ മികവാണ്. അപ്പോൾ നിലവിൽ T20യിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് രോഹിത്തിന്റെ പേരിലാണ്. 151 മത്സരങ്ങളിൽ നിന്നും 190 സിക്സറുകൾ രോഹിത് ഇതിനകം പറത്തിയിട്ടുണ്ട്. 10 സിക്സറുകൾ കൂടി നേടാനായാൽ T20യിൽ 200 സിക്സർ നേടുന്ന ആദ്യത്തെ താരം എന്ന റെക്കോർഡിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കും. അത്ര പെട്ടെന്നൊന്നും രോഹിത്തിന്റെ സിക്സർ റെക്കോർഡ് തകർക്കാനാവില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു നേട്ടത്തിലെത്തിയാൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റൊരു വമ്പൻ സിക്സർ റെക്കോർഡും അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ട്. 600 സിക്സർ ക്ലബിലേക്ക് എത്തുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് രോഹിത്തിനെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. 472 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും 597 സിക്സറുകളാണ് രോഹിത് ഇതിനകം നേടിയിട്ടുള്ളത്. 3 സിക്സറുകൾ അകലെയാണ് 600 സിക്സർ എന്ന വമ്പൻ റെക്കോർഡ് രോഹിത്തിനെ കാത്തിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിൽ 553 സിക്സറുകൾ നേടി അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അദ്ദേഹം വിരമിച്ചു എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ നായകൻ എന്ന നിലയിലും വമ്പൻ നേട്ടത്തിലേക്ക് എത്താൻ രോഹിത്തിന് സാധിക്കും. T20യിൽ നായകൻ എന്ന നിലയിൽ കൂടുതൽ ജയമെന്ന റെക്കോർഡിൽ നിലവിൽ MS ധോണിക്ക് ഒപ്പമാണ് രോഹിത് ശർമ്മയുള്ളത്. 54 T20യിൽ 41ലും ടീമിനെ വിജയിപ്പിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. T20 ലോകകപ്പിൽ മികവ് കാട്ടി ഇന്ത്യ കപ്പിലേക്ക് എത്തിയാൽ T20യിൽ ഇന്ത്യക്ക് 50 ജയം നേടിക്കൊടുക്കുന്ന ആദ്യത്തെ നായകനാവാൻ രോഹിത്തിന് സാധിക്കും. 46 ജയമുള്ള പാകിസ്ഥാന്റെ ബാബർ അസമാണ് അന്താരാഷ്ട്ര 2020യിൽ കൂടുതൽ ജയമുള്ള മറ്റൊരു നായകൻ. T20 സെഞ്ചുറിയിലും രോഹിത്തിനെ വമ്പൻ നേട്ടം കാത്തിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര T20യിൽ 5 സെഞ്ചുറികളാണ് രോഹിത് ഇതിനകം നേടിയിട്ടുള്ളത്. നിലവിൽ ഗ്ലെൻ മാക്സ്വെല്ലിന് ഒപ്പമാണ് രോഹിത് ഉള്ളത്. T20 ലോകകപ്പിൽ ഒരു സെഞ്ചുറി കൂടി നേടാനായാൽ T20യിലെ സെഞ്ചുറി വേട്ടക്കാരിൽ ഒന്നാമനാവാൻ രോഹിത്തിന് സാധിക്കും. നമുക്കറിയാം IPLലെ 17ാം സീസണിൽ ഈ സീസണിലും ഒരു സെഞ്ചുറി രോഹിത്തിന് IPLൽ നേടാൻ സാധിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഭവിച്ചാൽ രോഹിത്തിന് ഇക്കുറി ടീമിനെ കിരീട നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം പല പ്രമുഖരും ലോകകപ്പിലെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവർ സെമിയിലെത്തുമെന്നാണ് പല പ്രമുഖരും വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ത്യക്ക് സെമിയിൽ സീറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരുടെയും വിലയിരുത്തൽ. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യ അതിശക്തമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്നാൽ കിരീടത്തിലേക്ക് എത്താനുള്ള
ഭാഗ്യം അവർക്കുണ്ടാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യയുടെ 4 സ്പിന്നർമാരും അനുഭവ സമ്പന്നരാണ്, ഏത് പിച്ചിലും തിളങ്ങാൻ കെൽപ്പുള്ളവരുമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇതുപോലെ പ്രതീക്ഷിച്ച നിലവാരം കാട്ടുകയാണെങ്കിൽ ടീം കപ്പിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിനുള്ള ബാറ്റ്സ്മാൻമാർ ഇന്ത്യക്കുണ്ട്. വിരാട് കോഹ്ലിയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, യശസ്വി ജയ്സ്വാളുണ്ട്, സൂര്യകുമാർ യാദവും, ഋഷഭ് പന്തും, ശിവം ദൂബെ എല്ലാവരുമുണ്ട്. അങ്ങനെ ഒരു തകർപ്പൻ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടേത്. ഇവർ ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യയുടെ കിരീട പ്രതീക്ഷ സജീവമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.